പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ ദിവ്യകാരുണ്യ ഈശോ സന്നിഹിതനാണ്. ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തികളിലും അവരുടെ ഹൃദയങ്ങളിലും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കാനും വിടുതൽ കൊടുക്കുവാനും സംരക്ഷിക്കാനും ആശീർവദിക്കാനുമായി ദിവ്യകാരുണ്യ ഈശോ വന്നിരിക്കുക. പ്രത്യേകിച്ച് ഇന്ന് വളരെ പ്രത്യേകമാം വിധം ശത്രുദോഷങ്ങളിൽ നിന്ന് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വിടുതൽ കിട്ടിയ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കള്, നിങ്ങളുടെ വീഴ്ച ആഗ്രഹിക്കുന്ന ശത്രുക്കള്, നിങ്ങളെ മദ്യപാനത്തിന് അടിമപ്പെടുത്തുന്ന ശത്രുക്കൾ, നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്ന ശത്രുക്കൾ, നിങ്ങളുടെ സമ്പത്ത് തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കൾ, നിങ്ങളുടെ സമാധാനം കെടുത്താൻ നിൽക്കുന്ന ശത്രുക്കൾ, നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറുന്ന വ്യഭിചാരത്തിൻ്റെയും തെറ്റായ ബന്ധങ്ങളുടെ ശത്രുക്കൾ, നിങ്ങളുടെ മക്കളെ അടിമകളാക്കാനായിട്ട് നുഴഞ്ഞു കയറുന്ന സോഷ്യൽ മീഡിയകൾ പോലുള്ള ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കൾ, നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം കെടുത്തി, സമ്പത്ത് കെടുത്തി, ആരോഗ്യം കെടുത്തി, ജോലി നഷ്ടപ്പെടുത്തി, തകർച്ച കൊണ്ടുവന്ന് ആത്മഹത്യയിലേക്കും നിരാശയിലേക്ക് കൊണ്ടുപോകുന്ന ദുഷ്ടാരൂപികള്, ചാവുദോഷങ്ങള്, തിന്മയുടെ അരൂപികള്, നെഗറ്റീവായ എനർജികള്, ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചിങ്ങനെ അലറുന്ന സിംഹത്തെ പോലെ വട്ടമിട്ട് പറക്കുന്ന നെഗറ്റീവ് എനർജികൾ, നിരന്തരമായ പൈശാചിക സ്വാധീനങ്ങൾ, കൂടോത്തരങ്ങളുടെ സ്വാധീനങ്ങൾ, കണ്ണുവെക്കലിന്റെ സ്വാധീനങ്ങൾ, കൈവശത്തിന്റെ സ്വാധീനങ്ങൾ, നിങ്ങളുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് ഇപ്രകാരമുള്ള ക്ഷുദ്രക്രിയകളിലും ആഭിചാരങ്ങളിലും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ ശത്രുദോഷങ്ങൾ, തലമുറയായി നിങ്ങളുടെ കുടുംബങ്ങളിൽ നിലനിൽക്കുന്ന ചാവുദോഷങ്ങൾ, നേർച്ചക്കടങ്ങളിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ള ബന്ധനങ്ങൾ, മാരകപാപങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന ബന്ധനങ്ങൾ, അന്യന്റെ സ്വത്ത് തട്ടിപ്പറിച്ചത് കൊണ്ട്, വസ്തുക്കള് എടുത്തത് കൊണ്ട്, അതിരുകല്ല് തോണ്ടിയത് കൊണ്ട്, വഴികൾ അടച്ചു കഴിഞ്ഞതുകൊണ്ട്, അനാഥകരെയും വിധവകളെയും പീഡിപ്പിച്ചത് കൊണ്ടൊക്കെ തലമുറയിലേക്ക് കടന്നു വന്നിട്ടുള്ള ചാവുദോഷങ്ങൾ മൂലമുള്ള ബന്ധനങ്ങൾ. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വീടുകളിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒരു പുതിയ വീട് നിർമ്മിച്ചിട്ട് അവിടെ താമസിക്കാൻ പറ്റുന്നില്ല, പറമ്പിൽ നിരന്തരമായ ദോഷങ്ങൾ, എന്ത് നട്ടിട്ടും അതിന് ആഗ്രഹിക്കുന്ന വിളവ് കിട്ടുന്നില്ല, വിളവിന് വില കിട്ടുന്നില്ല, കന്നുകാലികളൊക്കെ ഇല്ലാതാകുന്നു, എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും സാമ്പത്തിക മേഖലയിൽ ഉയർച്ചയില്ല, കടങ്ങൾ വിട്ടുമാറുന്നില്ല, പറമ്പിന്റെ കച്ചവടം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ല, ഈ വീട് വിറ്റ് വേറൊരു വീട് വാങ്ങാൻ ആഗ്രഹിച്ചിട്ടും അത് നടക്കുന്നില്ല. അതോടൊപ്പം തന്നെ കലഹത്തിന്റെ സ്വാധീനം, പൈശാചിക ശക്തികളുടെ സ്വാധീനം, നിരാശകളും ആകുലതകളും കലഹങ്ങളും വീടിനെ തകർക്കുന്നു. അങ്ങനെ വളരെ അസ്വസ്ഥമായ അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ ഈ പ്രാർത്ഥന പങ്കെടുക്കുമ്പോൾ യേശുവിൻ്റെ ആത്മാവ്, ദിവ്യകാരുണ്യത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരിക. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ കുടുംബങ്ങളെ തകർക്കാൻ, കുടുംബത്തിലേക്ക് വേരൂന്നി നിൽക്കുന്ന ശാപത്തിന്റെ, വെറുപ്പിന്റെ, പകയുടെ, വിദേശത്തിന്റെ എല്ലാവിധ അടിവേരുകളെയും, ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെയും കാണപ്പെടുന്ന ശത്രുക്കളെയും, പ്രകൃതി വിരുദ്ധ ശക്തികളെയും പൈശാചിക ശക്തികളെയും കൂടോത്രങ്ങളിലൂടെയോ കൈവശങ്ങളിലൂടെയോ കണ്ണുവെക്കലുകളിലൂടെയോ ആഭിചാരങ്ങളിലൂടെയൊക്കെ നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ നിങ്ങൾക്ക് കാണപ്പെടാത്ത വിധത്തിലുള്ള ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ, യേശുവിന്റെ നാമത്തിൽ ശാസിക്കപ്പെടട്ടെ. എല്ലാ അന്ധകാര ശക്തികളെയും, തിന്മയുടെ സ്വാധീനങ്ങളെയും, പൈശാചിക ശക്തികളെയും, നിങ്ങളുടെ തകർച്ചകൾ ആഗ്രഹിക്കുന്ന വ്യക്തികളെ, നിങ്ങളുടെ കുടുംബനാഥന്മാരെ മദ്യത്തിന് അടിമപ്പെടുത്താൻ അവരെങ്ങനെ മദ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന വ്യക്തികൾ, നിങ്ങളുടെ കുടുംബത്തിന്റെ നാശം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ, നിങ്ങളുടെ കുടുംബത്തിലേക്ക് ദുർമരണങ്ങളും പെടുമരണങ്ങളും അപകട മരണങ്ങളും
രോഗങ്ങളും അപകടങ്ങളും ഉണ്ടാക്കാനായിട്ട് പരിശ്രമിക്കുന്ന ദുഷ്ടശക്തികള് നിങ്ങളുടെ വീടിന്റെ ചുറ്റും വട്ടമിട്ട് നടക്കുക. വിശ്വസിക്കുന്നവര് ഇന്ന് രക്ഷപ്പെടുക. ഈ വചനം പിന്നെയും പിന്നെയും കേട്ട് പ്രാർത്ഥിക്കുന്നവര് ഇന്ന് രക്ഷപ്പെടുക. കാരണം കർത്താവിന്റെ ശക്തി ആ വീടുകളിലേക്ക് വരിക. ആ ദിവ്യകാരുണ്യ ഈശോ ഇന്ന് നിങ്ങൾക്ക് രക്ഷയാണ്. കർത്താവ് വന്നത് സാത്താനെ തോൽപ്പിക്കാനാണ്, സാത്താനെ തകർക്കാനാണ്, സാത്താന്റെ വേരുകൾ പിഴുതെടുത്ത് കളയാനാണ്. യേശു ലോകത്തിലേക്ക് വന്നത് നിങ്ങളെയും നിങ്ങളുടെ ഭവനങ്ങളെയും പിടികൂടിയിരിക്കുന്ന എല്ലാ നാരകീയ അന്ധകാര സാത്താൻ ശക്തികളിൽ നിന്ന് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് മോചനം കിട്ടാനാണ്. ഇന്ന് ആ മോചനം നടക്കുന്നത് ഈ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ വെച്ച് നടക്കുന്ന ഈ ഒരു ഡെലിവറൻസിന്റെ പ്രാർത്ഥനയാണ്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി മക്കളെ. തൊഴിൽ തടസ്സങ്ങള്, വിസയുടെ തടസ്സങ്ങള്, സാമ്പത്തിക തടസ്സങ്ങള്, മാനസികമായ തടസ്സങ്ങള്, കുടുംബ തടസ്സങ്ങള്, കല്യാണ തടസ്സങ്ങള്, കുഞ്ഞുങ്ങളില്ലാത്ത തടസ്സങ്ങള്, കലഹങ്ങള്, തെറ്റായ ബന്ധങ്ങള്, ആഭിചാരങ്ങള് യേശു നാമത്തിൽ വിട്ടുപോകുക. യേശുവിന്റെ അത്ഭുത ശക്തിയാൽ വിട്ടുമാറിയ കർത്താവിന്റെ ശക്തി നിങ്ങളുടെ രോഗങ്ങൾ എടുത്തു മാറ്റിയ, രോഗാണുക്കൾ എടുത്തു മാറ്റും. മരുന്ന് കഴിച്ചിട്ട് മാറാത്ത ആ രോഗികൾക്ക് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഇപ്പോൾ തന്നെ സൗഖ്യം കിട്ടുക. വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ രോഗാണുക്കളും രോഗപീഠകളെയും യേശു ബന്ധിക്കുക, ശാസിക്കുക, ബഹിഷ്കരിക്കുക, ആട്ടിപ്പായിക്കുക. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് ഈശോയെ എന്ന് വിളിച്ചാൽ മതി. കാരണം കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മളെ രക്ഷിക്കാൻ മാരകമായ രോഗങ്ങളിൽ നിന്നും, മാരകമായ കടബാധ്യതകളിൽ നിന്നും, മാരകമായ സാമ്പത്തിക തകർച്ചകളിൽ നിന്നും നനച്ചിരിക്കാത്ത സമയത്ത് ഒരു കള്ളനെ പോലെ സാത്താൻ രോഗമായും കടമായും സാമ്പത്തിക തകർച്ചകളായും കലഹങ്ങളായൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പിടികൂടിയിരിക്കുന്ന ആ സാത്താനെയും അവന്റെ ശക്തികളെയും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ അച്ഛന് ലിയോ 14 പാപ്പ നൽകിയ പ്രത്യേക അധികാരത്താൽ, ആ ബ്ലെസ്സിങ്ങിനാൽ, എൻ്റെ മെത്രാൻ എനിക്ക് നൽകിയിരിക്കുന്ന അധികാരത്താൽ അത്ഭുതകരമായ വിടുതൽ ഇന്ന് നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ, നിങ്ങളുടെ ശരീരങ്ങളിൽ സംഭവിക്കട്ടെ. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ വചനം മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന എല്ലാ മക്കളിലേക്ക്, പ്രത്യേകിച്ച് 90 ദിവസങ്ങൾ രാവിലെ വൈകുന്നേരം കേൾക്കുന്ന ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അച്ഛനോടൊപ്പം പ്രാർത്ഥിക്കാൻ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന, അവർ സമർപ്പിക്കുന്ന നിയോഗങ്ങളിലേക്കെല്ലാം പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വചനം ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 20-ാമത്തെ തിരുവചന. വചനം പറയുക, വടക്ക് നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ആട്ടിപ്പായിക്കും. അതേ പറഞ്ഞില്ലേ, രോഗാണുക്കള്, ചാവുദോഷങ്ങള്, കൂടോത്രങ്ങള്, കൈവശങ്ങള്, സാത്താൻ സേവകള്, ആഭിചാരങ്ങള്, അസൂയകള്, കണ്ണുവെക്കലുകള്, വടക്ക് തെക്ക് പടിഞ്ഞാറുന്ന് വരുന്ന നെഗറ്റീവ് എനർജികളെ ബന്ധിക്കാൻ കർത്താവ് ഈ ഡെലിവറൻസ് പ്രാർത്ഥന തിരഞ്ഞെടുത്തിരിക്കുക. വരണ്ട് വിജനമായ ദേശത്തേക്ക് അവനെ ഞാൻ ഓടിച്ചു കളയും. ദൈവത്തെ വിളിക്കാത്തവര്, ദൈവത്തെ അന്വേഷിക്കാത്തവര്, അവരായിരിക്കും പിന്നീട് ഇതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുക. അവന്റെ സൈന്യത്തിന്റെ മുൻനിരയെ കിഴക്കൻ കടലിലും പിൻനിരയെ പടിഞ്ഞാറൻ കടലിലും ഞാൻ താഴ്ത്തിക്കളയും. ശത്രുവിനെ, ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെ, രോഗാണുക്കളെ, രോഗപീഠകളെ, പൈശാചിക ശക്തികളെ, തിന്മയുടെ സ്വാധീനങ്ങളെ, നെഗറ്റീവ് എനർജികളെ കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാം സാധിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കർത്താവ് താഴ്ത്തിക്കളയും. വചനം ഭയങ്കര ശക്തമാണ് മക്കളെ. തൻ്റെ ഗർവ് നിറഞ്ഞ സാത്താന്റെ ദുഷ്ടത ഇങ്ങനെയാ, അവന്റെ ഗർവ് നിറഞ്ഞ ചെയ്തികൾ നിമിത്തം അവൻ ദുർഗന്ധം വമിക്കും. അതാണ് നമുക്ക് രോഗങ്ങളായി, തകർച്ചകളായി, അസ്വസ്ഥതകളായി നമ്മളെ പിടികൂടുന്നത്. അത് ഇന്ന് യേശു നാമത്തിൽ വിട്ടുമാറുകയാണ് മക്കളെ. നമുക്ക് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദുഷ്ടാരൂപികളെ, ദുഷ്ടശക്തികളെ, നാരകീയ ശത്രുക്കളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, നിങ്ങൾ ദുഷ്ടസംഘങ്ങളോ സമൂഹങ്ങളോ വിഭാഗങ്ങളോ ആര് തന്നെ ആയിരുന്നാലും
ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ നിന്ന്, ശരീരത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, ആത്മാവിൽ നിന്ന്, ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, തൊഴിൽ മേഖലകളിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിച്ച്, ശാസിച്ച്, ബഹിഷ്കരിച്ച് കർത്താവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ, കത്തോലിക്ക സഭയുടെ ശക്തിയാൽ, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത്ഭുതകരമായി വിടുതൽ നടക്കട്ടെ. എല്ലാ പൈശാചിക ശക്തികളെ, തിന്മയുടെ സ്വാധീനങ്ങളെ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് കൽപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൽപ്പിക്കുന്നു. നിന്റെ ദുഷ്ടത നിമിത്തം അധപ്പതിച്ചു പോയ ഞങ്ങളുടെ വംശത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി മരണത്തോളം കീഴ്വഴങ്ങി സ്വയം താഴ്ത്തിയവനും ഫിലിപ്പി 2:8 തൻ്റെ തിരുസഭയെ ഉറപ്പുള്ള പാറമേൽ പണിയുകയും ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ കൽപ്പിക്കുന്നു. രോഗാണുക്കളെ, രോഗപീഠകളെ, കടങ്ങളെ, സാമ്പത്തിക തകർച്ചകളെ, കൂടോത്തരങ്ങളെ, സാത്താൻ സേവകളെ, ഒളിഞ്ഞും തെളിഞ്ഞും ഇരിക്കുന്ന ശത്രുദോഷങ്ങളെ, സർപ്പദോഷങ്ങളെ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ഈ മക്കളിൽ നിന്ന് ആട്ടിപ്പായിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.